പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതയാമത്തെ നമ്മുടെ ജീവിതത്തിൽ വീണ്ടും കാണുവാൻ കർത്താവ് സഹായിച്ചതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. പെന്തക്കോസ്റ്റ് മെസ്സഞ്ചർ യൂട്യൂബ് ചാനലിൽ കൂടെ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ വന്ദനം ചെയ്യുന്നു. ഇന്ന് ചിന്തയ്ക്കായി നാം എടുക്കുന്ന വചനം വിലാപങ്ങളുടെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യമാണ്. വിലാപങ്ങളുടെ പുസ്തകം ആരംഭിക്കുന്നത് തന്നെ ഒരു പ്രത്യേക ശബ്ദത്തോടു കൂടിയാണ്. അയ്യോ എന്ന ശബ്ദം. എന്താണ് ഈ അയ്യോ എന്ന ശബ്ദം? വേദപുസ്തകത്തിൽ അയ്യോ എന്ന ശബ്ദത്തോടു കൂടി ആരംഭിക്കുന്ന ഏക പുസ്തകം വിലാപങ്ങളുടെ പുസ്തകമാണ്, ബുക്ക് ഓഫ് ലാമെന്റേഷൻ. എന്താണ് ഈ അയ്യോ? ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്നവനും ദൈവമില്ലെന്ന് വിശ്വസിക്കുന്നവനും എല്ലാ ഭാഷക്കാരും എല്ലാ ജാതിക്കാരും എല്ലാ രാജ്യക്കാരും ഒരു വസ്തുവിനെ കണ്ട് ഭയന്നാൽ ആ വസ്തുവിൻ്റെ മുൻപിൽ അല്ലെങ്കിൽ ഒരു പ്രത്യേകമായ അപകടത്തിൻ്റെ മുൻപിൽ അവൻ്റെ നിസ്സഹായത, അവൻ്റെ പ്രാണൻ തന്നെ, അവൻ്റെ മനസാക്ഷി തന്നെ അവനോട് സംസാരിക്കുമ്പോൾ അവനിൽ ഉണ്ടാകുന്ന ഒരു ഭയവിഹൂലമായ സാഹചര്യത്തിൽ അവനെ സഹായിക്കുവാൻ ഒരു വലിയ സാന്നിധ്യം അല്ലെങ്കിൽ ആ ഒരു പ്രത്യേക സാഹചര്യത്തെ അഭിമുഖീകരിക്കുവാൻ കെൽപ്പുള്ളതായ ഒരു സാന്നിധ്യം അവനറിയാതെ അവൻ ആവശ്യപ്പെടുന്ന ശബ്ദ തരംഗമാണ് അയ്യോ. അവൻ ഭയന്നു പോകുന്നു. അവൻ്റെ പ്രാണൻ അപകടം, അവൻ്റെ ജീവിതത്തിന് അപകടം. പ്രൈസ് ദി ലോർഡ്. നമുക്ക് വായിക്കാം ലാമെന്റേഷൻ, വിലാപങ്ങളുടെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യം. രാത്രിയിൽ യാമാരംഭത്തിങ്കൽ എഴുന്നേറ്റ് നിലവിളിക്ക, നിന്റെ ഹൃദയത്തെ വെള്ളം പോലെ കർത്തൃസന്നിധിയിൽ പകരുക. കാരണം വീഥികളുടെ തലയ്ക്കലൊക്കെയും വിശപ്പ് കൊണ്ട് തളർന്നു കിടക്കുന്ന നിന്റെ കുഞ്ഞുങ്ങളുടെ രക്ഷയ്ക്കായി അവങ്കലേക്ക് കൈമലർത്തുക. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ തലമുറകളെ രക്ഷിക്കുവാൻ, തലമുറകളെ ബലപ്പെടുത്തുവാൻ, സഹായിക്കുവാൻ, എഴുന്നേൽപ്പിക്കുവാൻ, ഊർജ്ജസ്വലതയുള്ളവരാക്കുവാൻ, അപകടങ്ങളെ കണ്ട് മനസ്സിലാക്കി അതിൽ നിന്ന് രക്ഷപ്പെടുത്തുവാൻ അവരെ സഹായിക്കേണ്ടതിന് ഒരു വലിയ കൃപ ആവശ്യമാണ്. ആ കൃപ എവിടെ നിന്ന് പകരും? വേറെ ഒരിടത്തു നിന്നുമല്ല, കർത്തൃസന്നിധിയിൽ മാത്രമേ ആ കരുണാപരമായ കൃപ ഉള്ളൂ. അതുകൊണ്ട് അവങ്കലേക്ക് കൈമലർത്തുന്നവർക്ക് സ്വർഗം സൗജന്യമായി കൊടുക്കുന്ന വലിയൊരു സമ്പത്താണ് ഈ തളർന്നു കിടക്കുന്ന കുഞ്ഞുങ്ങളെ എഴുന്നേൽപ്പിക്കുവാനുള്ളതായ ഒരു ശക്തി, ഒരു ഊർജം, ഒരു ബലം, ഒരു ചൈതന്യം. പ്രൈസ് ദി ലോർഡ്. അതിന് സ്വർഗം വിവക്ഷിക്കുന്നതായ സമയക്രമം രാത്രിയിൽ യാമാരംഭത്തിങ്കൽ. എന്താണ് ഇതിൻ്റെ അർത്ഥം? രാത്രി എന്ന് പറഞ്ഞാൽ ദർശിക്കുവാൻ സാധിക്കാത്തതായ സാഹചര്യങ്ങളിൽ, പ്രകാശമില്ലാത്ത സാഹചര്യത്തിൽ നീ എഴുന്നേൽക്കുക. ദൈവത്തിങ്കിലെ പ്രകാശം നിനക്ക് ദർശിക്കുമാറാകട്ടെ. യാമാരംഭത്തിങ്കൽ ഓരോ നാഴികകളും നിന്റെ ജീവിതത്തിൽ, കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ആരംഭിക്കുമ്പോൾ ഒരു കാഴ്ച സ്വർഗം കാണുന്നു. അവർ വഴിത്തലയ്ക്കൽ വിശന്ന് തളർന്നു കിടക്കുന്നു. ഇൻ ദ ടോപ്പ് ഓഫ് ദ സ്ട്രീറ്റ്, വഴിത്തലയ്ക്കൽ. വഴികൾ അവിടുന്ന് ആരംഭിക്കുകയാണ്. എങ്ങോട്ട് പോകണമെന്ന് അവർക്ക് ചൂണ്ടുപലകകളില്ല. അവർ വട്ടം കറങ്ങുകയാണ്. ഏത് ദിശകളിൽ കൂടെ പോകണം? എവിടെയാണ് ബലം? എവിടെയാണ് ജ്ഞാനം? എവിടെയാണ് ജീവൻ? എവിടെയാണ് അനുഗ്രഹം? എവിടെയാണ് സമൃദ്ധി? എവിടെയാണ് പുരോഗമനം? എവിടെയാണ് അഭിവൃദ്ധി? എവിടെയാണ് അഭിമാനം? എവിടെയാണ് സമാധാനം? എവിടെയാണ് ഐശ്വര്യം? എവിടെയാണ് തേജസ്? എവിടെയാണ് നിലനിൽപ്പ്? അവർ അന്വേഷിക്കുന്നു. ആർക്ക് അവർക്ക് ഉപദേശിച്ചു കൊടുക്കാൻ കഴിയും? എഴുത്തുകാരനായ പ്രവാചകൻ വളരെ ഭയത്തോടുകൂടി പറയുകയാണ്, അയ്യോ, സഹായിക്കുവാൻ ദൈവമേ നീ അല്ലാതെ മറ്റാർക്കും കഴിയുകയില്ല. ദൈവത്തിൻ്റെ സാന്നിധ്യം
ആവശ്യപ്പെട്ടുകൊണ്ടുള്ളതായ ഒരു പുസ്തക രചന, വളരെ ശ്രദ്ധയാകർഷിക്കേണ്ടതായ, അല്ലെങ്കിൽ വളരെ ഗൗരവത്തോടുകൂടെ അതിനെ പരിഗണിക്കേണ്ടതായ ആവശ്യകത അതിന് പിന്നിലുണ്ട്. പ്രവാചകൻ കാണുന്നത് ഒരു തലമുറ എങ്ങോട്ട് പോകണമെന്നറിയാതെ വിഷമിക്കുന്നു, വഴിത്തലയ്ക്ക് അവർ ചുറ്റിക്കറങ്ങുകയാണ്. ഉപദേശകർ ആരുണ്ടോ? കൊടുക്കുന്ന സൂചനകളും ഉപദേശങ്ങളുമെല്ലാം മുറാണ്, ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നു. അവരെ ദൈവത്തിങ്കിലേക്ക് കൊണ്ടെത്തിക്കാതെ മറ്റ് പല മാർഗങ്ങളിലും അവരെ തിരിച്ചുവിടുന്ന മാർഗങ്ങൾ, ഉപദേശിക്കുന്ന വഴികൾ അവിടെ ഇവിടായി സ്വർഗം കാണുകയാണ്. അതുകൊണ്ട് അവരെ ഉപദേശിക്കുന്നവരോട്, മാതാപിതാക്കളോട്, അവരിൽ സ്വാധീനം ചെലുത്തുവാൻ കഴിവുള്ളവരോട് ദൈവം ആവശ്യപ്പെടുന്ന ഒരു കാര്യം, നീ രാത്രിയിൽ എഴുന്നേൽക്കണം. അവർ എഴുന്നേൽക്കുവാൻ ദൈവം ഒരു ടൈം ടേബിൾ വയ്ക്കുന്നു. രാത്രിയിൽ യാമാരംഭത്തിങ്കൽ, സാഹചര്യങ്ങളുടെ തുടക്കത്തിൽ, ജീവിതത്തിൻ്റെ ആരംഭത്തിങ്കൽ, വഴികളുടെ ആരംഭത്തിങ്കൽ, തലയ്ക്കൽ വട്ടം തിരിയുന്നതായ ഒരു കൂട്ടം ജനങ്ങളെ കണ്ടുകൊണ്ട് സ്വർഗം സങ്കടപ്പെട്ട്, ദുഃഖിച്ച്, ഭാരപ്പെട്ട് അതിന് ഉത്തരവാദിത്തപ്പെട്ടവരോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയാം, എഴുന്നേൽക്കുക. കാരണം നീ അറിയാതെ നിന്റെ കുഞ്ഞുങ്ങൾ വിശപ്പുള്ളവരായിരിക്കുന്നു. അവർ ആഗ്രഹിക്കുന്നു. വഴിത്തലയ്ക്കൽ നിന്നുകൊണ്ട് നിലവിളിക്കുകയാണ്. ജ്ഞാനമായവൾ വഴിത്തലയ്ക്കൽ നിൽക്കുകയാണ്. ഇവരെ നേർവഴിക്ക് കൊണ്ടുവരുവാൻ, ദൈവത്തിങ്കലേക്ക് കൊണ്ടുവന്നവരുടെ വിശപ്പകറ്റുവാൻ, ദൈവ സാന്നിധ്യമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കുവാൻ സ്വർഗം വളരെയധികം ഭാരപ്പെട്ട് ആഗ്രഹിക്കുകയാണ്. സ്വർഗം അതിനുവേണ്ടി അവരിൽ കർത്തൃത്വം നടത്തുവാൻ കഴിവുള്ളതായ ജീവിതങ്ങളെ കർത്താവ് നോക്കുകയാണ്. അവരെ മാടി വിളിക്കുകയാണ്. അവരോടുള്ളതായ വിളിയാണ്, വരുവീൻ, രാത്രിയിൽ നീ എഴുന്നേൽക്കുക, നിന്റെ ഉറക്കത്തിൽ നിന്ന് നീ എഴുന്നേൽക്കുക. നിനക്ക് കാണാൻ സാധിക്കാത്തതായ പല കാര്യങ്ങളും രാത്രിയുടെ യാമത്തിങ്കൽ ദൈവത്തിൻ്റെ ആത്മാവ് നിനക്ക് വെളിപ്പെടുത്തി തരും. യാമാരംഭത്തിങ്കൽ, അല്ലെങ്കിൽ മണിക്കൂറുകളുടെ സമയത്തിൻ്റെ, സാഹചര്യങ്ങളുടെ ആരംഭത്തിങ്കൽ, ജീവിതത്തിൻ്റെ ആരംഭത്തിങ്കൽ, കുടുംബജീവിതത്തിൻ്റെ ആരംഭത്തിങ്കൽ, ഔദ്യോഗിക ജീവിതത്തിൻ്റെ ആരംഭത്തിങ്കൽ, വിദ്യാഭ്യാസ ജീവിതത്തിൻ്റെ ആരംഭത്തിങ്കൽ കുഞ്ഞുങ്ങൾ, തലമുറകൾ പലതും നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്നു. അവർക്ക് നല്ലൊരു ഉപദേശം കൊടുക്കുവാൻ, അവരെ ദൈവത്തിങ്കിലേക്ക് കൊണ്ടുവരുവാൻ നാം എങ്ങനെ അല്ലെങ്കിൽ അവർക്ക് കൊടുക്കുവാനുള്ളതായ സന്ദേശങ്ങൾ നമുക്ക് എവിടെ നിന്ന് കിട്ടും? എവിടെ നിന്നാണ് അത് പ്രാപിക്കാൻ കഴിയുന്നത്? ദൈവത്തിൻ്റെ വചനം പറയാണ്, കർത്തൃസന്നിധിയിൽ കർത്താവിങ്കലേക്ക് നിന്റെ കൈകളെ മലർത്തുക. നിന്റെ കൈകളെ മലർത്തുക എന്ന് പറഞ്ഞാൽ നിന്റെ കയ്യിൽ ഒന്നുമില്ല. കർത്താവേ, നീ തന്നല്ലാതെ അവർക്ക് കൊടുക്കുവാൻ എൻ്റെ കയ്യിലൊന്നുമില്ല. ഇല്ല എങ്കിൽ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൈ മലർത്തുമ്പോൾ അത് താഴെ പോകും. എന്നാൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ കൈ മലർത്തുവാൻ നമ്മളോട് ആവശ്യപ്പെടുമ്പോൾ നമ്മുടെ കയ്യിൽ ഒന്നുമില്ല എന്ന് നമ്മൾ ദൈവത്തോട് സമ്മതിക്കുന്ന ഒരു സമ്മതിപത്രം ദൈവം നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്നു. അവരെ സ്വാധീനിക്കുന്നവരിൽ നിന്ന് ആവശ്യപ്പെടുന്നു. മാതാപിതാക്കളിൽ നിന്ന് ആവശ്യപ്പെടുന്നു. നമ്മുടെ കയ്യിലുള്ളതും കൊണ്ട് അവരെ എഴുന്നേൽപ്പിക്കുവാൻ സാധിക്കില്ല. നമ്മുടെ ജീവിതത്തിലും ഒരു പുതിയ സംരംഭം ആരംഭിക്കുമ്പോൾ അതിനെ വഴിത്തലയ്ക്കൽ എന്ന് പറയുന്നു. ഒരു കുടുംബ ജീവിതം ആരംഭിക്കുമ്പോൾ അതിനെ പറയുന്നത് വഴിത്തലയ്ക്കൽ. ഒരു പുതിയ വിദ്യാഭ്യാസത്തിന് തുടങ്ങുമ്പോൾ വഴിത്തലയ്ക്കൽ. ഒരു പുതിയ ജോലി ആരംഭിക്കുമ്പോൾ വഴിത്തലയ്ക്കൽ. ഒരു പുതിയ ശുശ്രൂഷ തുടങ്ങുമ്പോൾ അതിന് വഴിത്തലയ്ക്കൽ. ഒരു പുതിയ ട്രീറ്റ്മെൻറ്റ് തുടങ്ങുമ്പോൾ അതിന് വഴിത്തലയ്ക്കൽ. അവിടെയെല്ലാം ദൈവത്തിൻ്റെ ജ്ഞാനം ആവശ്യമാണ്. കർത്താവ് നിന്നോടുകൂടെ വരണം, എങ്കിൽ മാത്രമേ അതിൽ ഒരു സക്സസ് ആയ ഒരു അന്ത്യം നിനക്ക് കാണാൻ കഴിയുള്ളൂ. എന്നാൽ ദൈവത്തിൻ്റെ വചനം നമ്മെ ഉപദേശിക്കുന്നത് അവൻകിലേക്ക് കർത്തൃസന്നിധിയിൽ കടന്നു വന്ന് അവൻകിലേക്ക് കൈമലർത്തുമ്പോൾ അവൻ നിന്നോട് സംസാരിക്കുവാൻ അവൻ താല്പര്യപ്പെടും. ദൈവത്തിൻ്റെ ആത്മാവ് നിനക്ക് ചില ആലോചനകൾ തരും. നീ കടന്നു പോകേണ്ടതായ വഴികളെക്കുറിച്ച് ദൈവം നിന്നോട് സംസാരിക്കും. ആ വഴിയുടെ അന്ത്യം എന്താകുമെന്ന്
ദൈവം നിനക്ക് വെളിപ്പെടുത്തി തരും. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, കാത് കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടില്ല. എങ്കിലും പരിശുദ്ധാത്മാവിനാൽ നമുക്കത് വെളിവായി വരുന്നു. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവത്തിൻ്റെ സന്നിധിയിൽ കൈമലർത്തുന്നതായ ജീവിതങ്ങളെ അവരോട് സംസാരിക്കാതെ, അവർക്ക് വെളിപ്പെടുത്താതെ ദൈവം ഒന്നും ചെയ്യുകയില്ല എന്നാണ് ദൈവത്തിൻ്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നത്. ദൈവത്തിൻ്റെ ആലോചന നമ്മോടുകൂടെ ഉണ്ടെങ്കിൽ മാത്രമേ അത് ശരിയായ ഒരു പര്യവസാനത്തെങ്കിലേക്ക് ചെന്നെത്തുവാൻ സാധിക്കുകയുള്ളൂ എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് സംസാരിക്കുകയാണ്. അതിനുവേണ്ടി ദൈവം നമ്മോട് സംസാരിക്കുന്നതായ സമയം യാമാരംഭത്തിങ്കൽ. ഓരോ പ്രഭാതത്തിലും അവൻ്റെ ദയ പുതിയതാണ്. ഇന്നലെ നാം ഒരുപക്ഷെങ്കിൽ ദൈവത്തോട് പറഞ്ഞ പല കാര്യങ്ങളും ഇന്ന് ദൈവം അതിനുവേണ്ടി ഒരു പുതിയ കൃപ നമുക്ക് തന്നിട്ടുണ്ടായിരിക്കാം. ഇന്നലെ നമ്മളെ കൊണ്ട് സാധിക്കാഞ്ഞതായ പല കാര്യങ്ങൾക്കും ഇന്ന് നമുക്ക് സാധ്യമാക്കി തീർക്കുവാൻ ദൈവം നമുക്ക് വേണ്ടി ഒരു പുതിയ കൃപ വെച്ചിട്ടുണ്ട്, ഒരു പുതിയ ആലോചന വെച്ചിട്ടുണ്ട്, ഒരു പുതിയ അഭിഷേകം വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്, രാത്രിയിൽ യാമാരംഭത്തിങ്കൽ എഴുന്നേറ്റ് നിലവിളിക്കുക, നിന്റെ ഹൃദയത്തെ വെള്ളം പോലെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പകരുക എന്ന് പറഞ്ഞാൽ ദൈവം നിന്റെ ഹൃദയത്തിൽ കഠിനമായതൊന്നും കാണുന്നില്ല. എല്ലാം ദൈവത്തിൻ്റെ സന്നിധിയിൽ വെള്ളം പോലെ പകരുന്ന ഉടനെ നമ്മുടെ ജീവിതത്തിലെ കാഠിന്യതകളൊക്കെയും മാറി ദൈവത്തിന് താഴ്മയായ ഒരു ഭാഗത്തേക്ക് നമ്മുടെ ഗമനം സ്ഥിരമാക്കപ്പെടുന്നു. അതിനുശേഷം നമ്മുടെ കൈകളെ മലർത്തുമ്പോൾ, കർത്താവേ, നമ്മുടെ കയ്യിൽ, എൻ്റെ കയ്യിൽ അതിനായി ഒരുക്കപ്പെട്ടതൊന്നുമില്ല എന്ന് ദൈവത്തോട് സമ്മതിക്കുക. നമ്മുടെ ജ്ഞാനവും നമ്മുടെ ബുദ്ധിയും നമ്മുടെ കഴിവും സമ്പത്തും കൊണ്ട് നമുക്ക് തരണം ചെയ്യാൻ കഴിയാത്തതായ വഴിയെക്കുറിച്ച് ഒരു ദർശനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ അവിടെ നാം ആവശ്യപ്പെടുകയാണ്, അയ്യോ എന്നെ സഹായിക്കണമേ. ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മൾ ആവശ്യപ്പെടുകയാണ്. എന്താണെന്നറിയാമോ? കർത്താവേ, ഞാൻ എൻ്റെ ജ്ഞാനം കൊണ്ട് പോകുമ്പോൾ എൻ്റെ ജീവിതത്തിൽ പട്ടിണിയാണ്, ദാരിദ്ര്യമാണ് ഒടുവിൽ അതെനിക്ക് സമ്മാനിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ഇല്ലായ്മ മാത്രമേ വരികയുള്ളൂ, തകർച്ച മാത്രമേ വരികയുള്ളൂ. എന്നാൽ കർത്തൃസന്നിധിയിൽ ഹൃദയത്തെ പകരുന്ന ഒരു ജീവിതം, കർത്തൃസന്നിധിയിൽ കൈമലർത്തുന്നതായ ഒരു ജീവിതം, വെള്ളം പോലെ ദൈവത്തിൻ്റെ സന്നിധിയിൽ അവരെ തന്നെ അവരുടെ ഹൃദയത്തിലുള്ളതായ കാഠിന്യതകളെ അകറ്റിയുള്ളതായ ഒരു ജീവിതം അവരിൽ നന്മ പ്രത്യക്ഷപ്പെടുന്നതിനിടയായിത്തീരും. പുതിയ പുതിയ സാഹചര്യങ്ങളെ, പുതിയ വഴികളെ, പുതിയ പ്രശ്നങ്ങളെ, പ്രതിസന്ധികളെ തരണം ചെയ്യുവാൻ ദൈവം പുതിയ അഭിഷേകത്താൽ നിന്നെ നിറയ്ക്കും. ഓരോ പ്രഭാതത്തിലും ദൈവത്തിൻ്റെ ദയ പുതിയതാകുന്നു, ദൈവത്തിൻ്റെ അഭിഷേകം പുതിയതാകുന്നു. ഓരോ ദിവസവും ഓരോ പ്രതിസന്ധി നമുക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്, ഓരോ വൈഷമ്യങ്ങൾ നമുക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ഇന്നലത്തേക്കാൾ ഇന്ന് പുതിയൊരു പ്രതിസന്ധി, ഇന്നലത്തേക്കാൾ ഇന്ന് പുതിയൊരു പ്രശ്നം, പുതിയൊരു എതിരാളികൾ, പുതിയ ശത്രുക്കൾ, പുതിയ വിഷയങ്ങൾ, പുതിയ ഇല്ലായ്മകൾ, പുതിയ ദാരിദ്ര്യങ്ങൾ, പുതിയ ആവശ്യങ്ങൾ, ഇതൊക്കെയും നമ്മെ നേരിട്ടും കൊണ്ട് നമ്മുടെ മുൻപിൽ വന്ന് നമ്മെ ഭയപ്പെടുത്തുന്ന അവസ്ഥകളുണ്ടാകും. അതിനെ നേരിടണമെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ? ആരംഭത്തിങ്കൽ തന്നെ കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മളെ തന്നെ പകർന്നുകൊണ്ട് നമ്മുടെ നിർധനാവസ്ഥയൊക്കെ ദൈവത്തോട് സമ്മതിച്ചുകൊണ്ട്, കർത്താവേ, എൻ്റെ ബലം കൊണ്ട്, എൻ്റെ ശക്തി കൊണ്ട് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല, എൻ്റെ കയ്യിൽ ഈ സാഹചര്യത്തെ നേരിടുവാൻ എൻ്റെ കയ്യിൽ ഒന്നുമില്ല എന്ന് നമ്മൾ സമ്മതിക്കുമ്പോൾ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത എണ്ണമില്ലാത്ത കൃപ ദൈവം നമ്മളിന്മേൽ പകർന്ന് തൻ്റെ വിശ്വസ്തതയെ നമ്മളോട് ഉറപ്പിക്കുന്നതിനിടയായിത്തീരും. ഇന്ന് ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങളാകട്ടെ, നമ്മുടെ തലമുറകളാകട്ടെ, നാം ആകട്ടെ, നമ്മുടെ പുതിയ സംരംഭങ്ങളുടെ മുൻപിൽ, പുതിയ വഴികളുടെ മുമ്പിൽ പലപ്പോഴും നാം വിറങ്ങലിച്ചു പോകുന്ന അനുഭവം നമുക്കുണ്ട്. പഴയ കൃപ കൊണ്ടും പഴയ അനുഭവങ്ങൾ കൊണ്ടും പഴയ മനഃപ്പാഠമാക്കിയതായ പല ഭക്തി കൊണ്ടും നമുക്ക് ചില പ്രശ്നങ്ങളെ, സാഹചര്യങ്ങളെ നമുക്ക് അതിജീവിക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് കർത്താവ് പറയുകയാണ്, യാമാരംഭത്തിങ്കൽ, നിന്റെ വഴിയുടെ ആരംഭത്തിങ്കൽ തന്നെ നീ പോകേണ്ടുന്ന വഴിയെക്കുറിച്ച് നിനക്ക് ബുദ്ധി ഉപദേശിക്കപ്പെടേണ്ടതിന്, ആലോചന കിടപ്പെടേണ്ടതിന്, നീ എവിടെ ചെന്നും എങ്ങനെയാണ് അതിനെ പര്യവസാനിപ്പിക്കുക, നിനക്ക് എന്താണ് അതിൽ നിന്ന് ലഭിക്കുക എന്നുള്ളത് ദൈവത്തിൽ നിന്ന് ജ്ഞാനം പ്രാപിക്കേണ്ടതിന് നിന്റെ കൈകളെ അവങ്കിലേക്ക് മലർത്തുവാൻ ഈ പ്രഭാതം നിന്നെ സഹായിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.